ഹലോ, ബെലേസാസേൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് വട്ടയപ്പവും മുട്ട പാൽക്കറിയുമായിട്ടാണ് റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനത് ആവശ്യത്തിന് മുട്ട എടുത്തിട്ടുണ്ട്, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു മുറി തേങ്ങ എടുത്ത് ഒന്നാം പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതിൻ്റെ ഒന്നാം പാൽ തന്നെ വേണം കേട്ടോ, രണ്ടാം പാലൊന്നും വേണ്ട, ഒന്നാം പാൽ തന്നെ മതി കേട്ടോ. പാൽക്കറി ആയതുകൊണ്ട് ഒന്നാം പാലിൽ വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. പിന്നെ ആവശ്യമായ കൂട്ട് മല്ലിപ്പൊടി, ഉപ്പ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, പെരുംജീരകം ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ലേശം കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, മുട്ട ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വഴറ്റി ആ പച്ചപ്പ് മാറി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയ ഉള്ളിയാണ് കേട്ടോ അരിഞ്ഞത്, ചെറിയ ഉള്ളിയല്ല, വലിയ ഉള്ളിയാണ്. നമുക്ക് കറി എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ച് ഉള്ളി എടുക്കണം. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് വഴറ്റിയെടുത്ത് ലേശം ഉപ്പൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അതിൻ്റെ ശകലം മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കൂട്ടിൽ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ, എങ്കിലും ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിൽ ആ ഉള്ളിയിൽ പിടിക്കത്തില്ല. ഇപ്പം ഞാൻ കൂട്ടെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് വിട്ടിട്ടുണ്ട്. ഉള്ളി വഴണ്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ അതിൽ കൂട്ട് ചേർത്തിട്ടുണ്ട്. അതൊന്ന് വരുമ്പോൾ ഇച്ചിരി ഒന്നാം പാലിന് ഇച്ചിരി പാൽ ഞാൻ ഒഴിച്ച് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഉള്ളി. ഇതിലേക്ക് ഞാൻ മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയെല്ലാം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരുപാടൊന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൽ ഒന്നാം പാൽ കൂടെ ഒഴിച്ച് കൊടുത്താൽ കറി ഓക്കെ ആയി. തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് ലേശം ഒന്ന് ചൂടായാൽ മാത്രം മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ മുട്ട പാൽക്കറി. ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. മുളക് പൊടിയൊന്നും ചേർക്കരുത്, നമ്മൾ പച്ചമുളക് മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ള. പിന്നെ ഗരം മസാല, ഇഞ്ചി ഇതിലൊക്കെ ഉണ്ടല്ലോ റെഡി. ഇനി നമുക്ക് ചായ ഇടാം. ചായക്ക് ഞാനിവിടെ നാടൻ പശുപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് എത്രയാണ് ചായ ആവശ്യം അത്രയും മാത്രം ചേർത്തോളൂ. ഞാനിവിടെ ഈ തേയിലയും പഞ്ചസാരയൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള ബോട്ടിൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ, അതിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ലേശം മധുരം മാത്രമാണ് ചായക്ക് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ലേശം പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായ അരിപ്പ് വെച്ച് നമുക്ക് അരിച്ച് എടുക്കാം. രാവിലെ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ, നമുക്ക് പിന്നെ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഊണ് കഴിച്ചാൽ മതി. ഇനി ഇവിടെ ചായ തയ്യാറായിട്ടുണ്ട്. ഇവിടെ അപ്പത്തിന് ഞാൻ അരിയാട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. തേങ്ങയും അരിയും ചോറും ഒക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. വട്ടയപ്പമല്ല ഉണ്ടാക്കുന്നത്. വട്ടയപ്പത്തിന് ഞാനിവിടെ ഇഡ്ഡലിക്കുട്ടവും വെച്ചിട്ട് ആവി കയറ്റി പാത്രത്തിലേക്ക് ലേശം എണ്ണയൊക്കെ തടവി മാവൊഴിച്ച് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് ഇനി ഇത് ഒരു അടപ്പ് അടച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാനൊരു പാത്രത്തിലൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട്. 2 തട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, പഞ്ചസാരയോ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ ഒരു ലേശം ഏലക്ക ചേർത്തിട്ടുണ്ട് കേട്ടോ. മധുരമൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. ഇതിൽ ഈസ്റ്റ്, അരി, തേങ്ങ, ചോറ് ഇത്രയും മാത്രമാണ് ചേർത്തിട്ടുള്ളത്. നല്ല സ്പോഞ്ച് പോലത്തെ വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ വട്ടയപ്പത്തിന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ് മതി കേട്ടോ, നമുക്കത് ആവി കയറി വരാൻ. ഇപ്പോൾ വട്ടയപ്പം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു തട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുവാണ് കേട്ടോ വട്ടയപ്പം. നല്ല അടിപൊളി വട്ടയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വേറെ ഒന്നും വേണ്ട. പാത്രത്തിൽ ഇത്തിരി മാവ് ഒഴിക്കുന്നതിന് മുമ്പ് ഇത്തിരി എണ്ണ നമുക്ക് തടവി കൊടുക്കണം കേട്ടോ, എങ്കിലേ ഇളകി വരത്തുള്ളൂ. ഇതിപ്പോൾ ഞാൻ തട്ടിയിൽ നിന്ന് ഇളക്കി പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കഷ്ണമാക്കി എടുക്കണം.
കണ്ടിച്ച് നോക്കാം നമുക്ക്. ഞാൻ കണ്ടിച്ച് കാണിച്ചു തരാം കേട്ടോ, കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നല്ല ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ അപ്പത്തിന് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടെ ഈ മാത്രം മതി. അല്ലാതെ ഇതിൽ പിന്നെ പഞ്ചസാര ആവശ്യമുള്ള മധുരം ആവശ്യമുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം, പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഉണ്ടാക്കി നോക്കി കഴിച്ചും നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിലിടണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു കേട്ടോ, നല്ല സ്പോഞ്ച് പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനെടുത്ത് കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് കാണാൻ തന്നെ നല്ലൊരു ഇതാണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടോ, നല്ല സ്പോഞ്ച് പോലെ കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുവാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഉണ്ടാക്കി കഴിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.